അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലവ് സിസ്റ്റേഴ്സ്, ഇന്ന് നമ്മുടെ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പിലെ സ്റ്റുഡൻസ് ആണ് സംസാരിക്കുന്നത്. മിസ്സീസ് സുഹൈന ഒരു ഓണ്ടർപ്രഷണർ ആണ്. പുതുതായിട്ടൊരു വലിയൊരു സംരംഭം തുടങ്ങിയതാണ്. അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ കാൽവെപ്പ് എല്ലാം ബർക്കത്തുള്ളതായി തീരട്ടെ എന്ന് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. അവർ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു സ്കൂള്, അതായത് ഓൺലൈൻ സ്കൂളാണ് തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും നല്ലൊരു എന്താ പറയാ, എന്നാലും പ്രിൻസിപ്പാൾ ആവാനും കുട്ടികളെ ഒക്കെ അതിൻ്റെതായ രീതിയിൽ ഇതാക്കാനും ഒരുപാട് കുട്ടികളെ അഡ്മിഷൻ കിട്ടാനൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പിന്നെ മറ്റേത് സെമീറയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് നല്ല പഠിച്ച ആളുകൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് എന്ന് വേണം പറയാൻ. +2 അധ്യാപികമാരും CA-ക്കാരും ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റും ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാ മാഷാ അല്ലാ. അവർക്കെല്ലാം തന്നെ എന്തെല്ലോ അറിയാം, അവരുടെ തലയിൽ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ അതൊക്കെ വായിലൂടെ ഇങ്ങ് പുറത്ത് വരുത്താനുള്ള ഒരു മടി, നാണം, അതെന്താ പറയാ, അപകർഷത, മോദം, അങ്ങനെയുള്ള പല ഇതുണ്ടായിരുന്നു. അതൊക്കെ മാറി അവരൊക്കെ ഈ സ്പീച്ചിങ് രംഗത്തേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നു. അൽഹംദുലില്ലാ, ബാറക്കല്ലാ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഷമീറയെ ക്ഷണിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സമീറ, കടമ്പുഴയാണ് വീട്. ഇൻഷാ അല്ലാ ഞാൻ തുടങ്ങട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലൽ ഹുസ്ന ഇദാ ശിഅത സഹ്ല. റബ്ബി സിദ്നാ ഇൽമാ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അസ്ർ തഫ്സീർ കേട്ടതിന് ശേഷം ദഅവ എന്നത് ഓരോ മുസ്ലിമിനും നിർബന്ധ ബാധ്യതയാണെന്ന് മനസ്സിലായത് മിഷ്കാത്തിലെ ടീച്ചേഴ്സ് മുന്തസ്ത, എന്റെ പ്രിയപ്പെട്ട ആയിഷാമ, എല്ലാവരും ആത്മീയ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. മുന്തസ്തയുടെ സ്പീക്കിംഗ് കോഴ്സിലേക്ക് എത്തിയത് ആദ്യമൊന്നും മടിച്ചിരുന്നു. കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം മാഷാ അല്ലാഹ് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. എങ്കിലും മുന്തസ്ത നൽകിയ ധൈര്യം കൊണ്ടാണ് ഈ കോഴ്സിലേക്ക് ഇസ്തിഖാറ നമസ്കരിച്ച് ആഡായത്. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോ ആകെ നിരാശ തോന്നി. കാരണം വിചാരിച്ച പോലെ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ആകെ കൂടി ഒരു വെപ്രാളം. എന്നാലും അൽഹംദുലില്ലാ ഗ്രൂപ്പിലെ ഫ്രണ്ട്സും മുന്തസ്തിയും അഡ്മിൻസും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോ ഫാമിലി ഗ്രൂപ്പിലായാലും മറ്റും നല്ല മെസ്സേജുകൾ എത്തിക്കാൻ കഴിയുന്നുണ്ട്. വെറുതെ ആയില്ലെന്ന ഒരു തോന്നലും ഉണ്ട്. സ്വയം പെർഫെക്റ്റ് ആവാനും കഴിയുന്നുണ്ട്. അറിവ് സമ്പാദിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള ഉത്കടമായ ആഗ്രഹവും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കോഴ്സിലൂടെ മാത്രം ലഭിച്ചതാണ്. അൽഹംദുലില്ലാ. സ്പീച്ചിന് വേണ്ട വിഷയം സെർച്ച് ചെയ്യുമ്പോഴാണ് ഇസ്ലാമിനെ കുറിച്ചും എന്റെ ദീനിനോടും വല്ലാത്ത ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഷിർക്കിൽ നിന്നും തൗഹീദിലേക്കുള്ള എന്റെ യാത്ര. ഇൻഷാ അല്ലാഹ്. ഇത്രയേറെ ഇമ്പോർട്ടന്റ് ആയ ഷിർക്ക്, തൗഹീദ്, ഇതൊക്കെ പറയാൻ മാത്രം ഞാൻ പഠിച്ചിട്ടോ വളർന്നിട്ടോ ഒന്നുമില്ല. എങ്കിലും ഈ സമൂഹത്തിൽ എന്റെ ഈ മനോഹരമായ ദീനിനെ വികലമാക്കുന്ന ധലാലത്തുകൾക്കെതിരെ പ്രതികരിക്കണം. വരും തലമുറയിലേക്ക് ഏറ്റവും ഭംഗിയായി ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കണം. അതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുക. അതാണ് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. കരീബും സമീഉമായ അള്ളാഹുവിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാൻ മറ്റൊരാളുടെ പുഷോ ശുപാർശയോ ആവശ്യമില്ല. നിങ്ങളൊക്കെ തൗഹീദിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ഇത്തരം ഒരു വിഷയത്തിന് ഇവിടെ വലിയ പ്രസക്തിയൊന്നുമില്ലെന്നറിയാം. എങ്കിലും ഞാൻ ഉൾപ്പെടുന്ന എന്റെ സമുദായത്തെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹകരണം കൂടിയേ തീരും. എന്റെ ആദ്യത്തെ ശ്രമമാണിത്. ക്ഷമിക്കണം. എന്തെങ്കിലും പാഴ്ചകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എന്റെ വിഷയത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങനെയുള്ള കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും. തൗഹീദിന്റെ വേരുറച്ചിട്ടില്ലാത്ത ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ സംഘടനകൾ പുത്തൻവാദികളാണെന്നും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നും അവരോട് സലാം പറയരുതെന്ന് പോലും പ്രചരിപ്പിച്ചിരുന്ന ഒരു സമൂഹം, അതിനിടയിലാണ് ഞാൻ വളർന്നത്. എന്നിരുന്നാലും എന്റെ മാതാപിതാക്കൾ
എങ്ങനെയാണ് മറ്റു പ്രായമായവരെ എങ്ങനെ പരിചരിക്കേണ്ടതെന്നും കുടുംബ ബന്ധം എങ്ങനെ ചേർത്ത് നിർത്തണമെന്നും എന്റെ മാതാപിതാക്കൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. 2002 എനിക്കൊരു വിവാഹാലോചന വന്നു. എന്തൊക്കെയോ കാരണം കൊണ്ട് ആ കല്യാണം മുടങ്ങി. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് എന്റെ ഉപ്പ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായി മരിച്ചു. വളരെയധികം സ്നേഹം തന്നിരുന്ന എന്റെ ഉപ്പാന്റെ മരണം അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം വീണ്ടും റിലേറ്റീവിലുള്ള ഒരാളുമായി എന്റെ വിവാഹം ഉറപ്പിച്ചു. എൻഗേജ്മെന്റിന്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒരുപാട് സഹായിച്ചിരുന്നു. ഒപ്പം മരിച്ച ശേഷം സാമ്പത്തികമായും മറ്റൊരുപാട് സഹായിച്ചിരുന്നതും വേണ്ടപ്പെട്ടതുമായ ഒരാള്, കുടുംബത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു അംഗം മരണപ്പെട്ടു. ഈ 2 മരണവും കുടുംബത്തിന് വല്ലാത്തൊരു ആഘാതമാണ് ഉണ്ടാക്കിയത്. ഈ 2 മരണം എന്നിട്ട് കണക്ഷൻ ഉണ്ട് താനും. അവരെന്നെ ഒരു തങ്ങളടുത്ത് കൊണ്ടുപോയി. അവരെന്നെ കൊണ്ടുപോയി. ആ തങ്ങൾ പറഞ്ഞു, ഈ കുട്ടിക്ക് അഗ്നി നക്ഷത്രാണ്, ഈ കുട്ടീനോട് അടുക്കണവരൊക്കെ, ഈ കുട്ടീനെ സ്നേഹിക്കണവരൊക്കെ അധികം ജയിക്കൂല, മരണപ്പെടുന്നൊക്കെ പറഞ്ഞു. പുറത്തു കൊടുക്കട്ടെ. അതിനുശേഷം എന്റെ സങ്കടം കണ്ട് തങ്ങൾ പറഞ്ഞു, ചരട് കെട്ടാൻ പറഞ്ഞു, ബദരീങ്ങളെ പേരിൽ ഹത്ത് ഓതാൻ പറഞ്ഞു, മുട്ടറക്കാനും പറഞ്ഞു. അങ്ങനെ അധികം വൈകാതെ കല്യാണം നടന്നു. 2 ആഴ്ചക്ക് ശേഷം കല്യാണം നടന്നു. കല്യാണം കഴിഞ്ഞ് ഞാൻ കാര്യമായിട്ട് ബദരീങ്ങളെ പേരിൽ ഹത്ത് ഓതുന്ന തിരക്കിലായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് വന്ന് ചോദിച്ചു, എന്താ ഓതുന്നത് എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ബദരീങ്ങളെ പേരിൽ ഹത്ത് ഓതാണ്. എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, അവരൊക്കെ ഒരുപാട് നന്മ ചെയ്തവരാ, അള്ളാഹു അനുഗ്രഹിച്ചവരാരൊക്കെ, അവർക്ക് എന്തിനാ നമ്മുടെ ഹത്തം? നമ്മളല്ലേ പാപികൾ, നമ്മളല്ലേ തെറ്റ് ചെയ്തവര്, നമുക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? അവിടെ എനിക്കൊരു സ്പാർക്ക് ഉണ്ടായി. പിന്നെ ഞാൻ എങ്ങനെ മുട്ടറക്കണതിനെ പറ്റി പറയാം. കല്യാണത്തിന്റെ പിറ്റേന്നാണ് മുട്ടറക്കാൻ വേണ്ടിയിട്ട് ദിവസം തന്നിരുന്നത്. മുട്ടറക്കണതിനെ പറ്റി ഞാൻ സംസാരിച്ചില്ല. വെറും ഒരു കത്രിക കൊണ്ട് അറുത്തു മാറ്റാൻ പറ്റുന്നു ആ ചരടും ഞാൻ പൊട്ടിച്ചിട്ടു. എന്നാലും മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനോട് അഗ്നി നക്ഷത്രത്തെ കുറിച്ചോ ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹം മരിക്കുന്നു പേടിച്ചിട്ട് എന്നെ ഒഴിവാക്കിയാലോ, ഡൈവേഴ്സ് ആക്കിയാലോ എന്നൊക്കെ പേടിച്ചു. എന്നാലും മനസ്സിലൊരു കുറ്റബോധം. കുറെ കഴിഞ്ഞ് ബന്ധം ഒന്നുകൂടി ദൃഢമായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് അഗ്നി നക്ഷത്രമാണ്, ചിലപ്പോ നിങ്ങളും മരിക്കും, എനിക്ക് വേണമെങ്കിൽ ഇന്നെ ഡൈവേഴ്സ് ആക്കാന്ന് പറഞ്ഞു. അദ്ദേഹം ഒരുപാട് വഴക്ക് പറഞ്ഞു, ഇതൊക്കെ ശിർക്കാണ്, എനിക്ക് അള്ളാന്റെ വിധിയിൽ മാത്രമേ വിശ്വാസമുള്ളൂ, ഒന്ന് മാറി ചിന്തിക്കെന്ന് പറഞ്ഞ് കുറെ ദേഷ്യപ്പെട്ടു. ഞായറാഴ്ച പത്രത്തിൽ വരുന്ന വാരഫലം പോലും നോക്കിയിരുന്ന എനിക്ക് നക്ഷത്രങ്ങളിലുള്ള വിശ്വാസം ശിർക്കാണെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി തന്നു. അൽഹംദുലില്ലാഹ്. എന്നാലും ഹസ്ബൻഡിന്റെ ഉമ്മ മൗലൂദ് ഓതുമ്പോ ഞാനും ജവാബ് ചെല്ലും. ഉമ്മക്കത് നല്ല ഇഷ്ടമായിരുന്നു. ഉമ്മ മരണപ്പെട്ടു. ഉമ്മക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടട്ടെ. എന്റെ ഹസ്ബൻഡ് ഇത് കണ്ട് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, റസൂലിന്റെ കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലുമുള്ള ദുആകൾ, മസലകൾ എല്ലാം ഹദീസിലൂടെയും ഖുർആനിലൂടെയും വളരെ മനോഹരമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗം നേടാൻ ആവശ്യമായ ഓരോന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ അവർ പഠിപ്പിക്കാത്തത് പിന്തുടരുന്നത്? എനിക്കും സംശയമായി. സംശയമല്ലാത്ത ഒരുപാട് ദുആകളുണ്ട്, ഖുർആൻ ഓതാനുണ്ട്, അർത്ഥം പഠിക്കാനുണ്ട്. ഇതൊന്നും ചെയ്യാതെ എന്തിനാ സംശയമുള്ളതിനെ പിന്തുടരുന്നത്? കൂടാതെ അദ്ദേഹം സൂറത്തുൽ മാഇദയിലെ ഈ ആയത്ത് കൂടി ഓതി കേൾപ്പിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം പൂർണ്ണമാക്കി തരികയും ഇസ്ലാം മതമായി തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു. ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴും അദ്ദേഹം പറഞ്ഞു, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു, എന്റെ കുട്ടിയുടെ ശരീരത്തിൽ ഒരു ചരടോ അല്ലെങ്കിൽ ഉപ്പും മുളകും ഊതി അത് പീടാനോ ഒന്നും പാടില്ലെന്ന്. ഭക്ഷണം അടുപ്പിലിട്ട് കത്തിക്കാനുള്ളതല്ലേന്ന്. ഞാനും മാറി ചിന്തിക്കാൻ തുടങ്ങി. ശരിയല്ലേ പറയുന്നത്? രാവിലെ ഉറക്കിൽ നിന്ന് എണീറ്റാൽ എന്താ പ്രാർത്ഥിക്കുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിച്ചതുപോലെ കിടന്നതാണ് ഞങ്ങളെ വീണ്ടും ജീവിപ്പിച്ച അള്ളാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. പിന്നീട് ഇടതുകാൽ വെച്ച് ബാത്റൂമിലേക്ക് കയറുമ്പോഴോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. എല്ലാ ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും എനിക്ക് കാവൽ നൽകണേ അള്ളാഹുവേ.
പിന്നീട് പുറത്തു വരുമ്പോഴോ ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി, എന്നിൽ നിന്നും വിഷമങ്ങളെ ദൂരീകരിച്ച അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അത് കഴിഞ്ഞ് സുബ്ഹി നിസ്കാരത്തിൽ മുഴുവൻ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. അജൂഹത്തിൽ എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ ബലികർമ്മങ്ങൾ എല്ലാം നിനക്ക് വേണ്ടി. പിന്നീട് ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കൂ. നിസ്കാരത്തിൽ മുഴുവൻ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ റബ്ബന എന്ന്. പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു തുടങ്ങി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു നിർത്തുന്നു, അതും അള്ളാഹുവിന്റെ നാമത്തിൽ. ഇനി എന്തിനാ പ്രിയപ്പെട്ടവരെ പടച്ചോനെ പറ്റിക്കുന്നത്? ബദരീങ്ങളെ മമ്പർത്തങ്ങളെ നോക്കിയില്ല അപകടങ്ങൾ വരുമ്പോ നമ്മൾക്ക് വിളിക്കുക അസ്തഗ്ഫിറുല്ലാഹ്. റിലേറ്റീവിൽ ഒരു വീട്ടിലൊരു താത്താന്റെ വീട്ടില് പാമ്പിനെ കണ്ടു. അപ്പൊ ഈ താത്ത ആദ്യം വിളിച്ചത് ബദരീങ്ങളെ ഓടി വരണേ അങ്ങനെ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ബദരീങ്ങൾ എന്തിനാ വിളിക്കണേ? അള്ളാഹ്നല്ലേ വിളിക്കേണ്ടത്? അപ്പൊ അവർ ചോദിച്ചു, എന്ത് ബദരീങ്ങൾ വിളിച്ചാ കുഴപ്പം? സൂറത്തുൽ ബഖറയിൽ 186 ആയത്തിൽ وإذا سألك عبادي أني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. എന്റെ അടിയാന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ നിശ്ചയമായും ഞാൻ സമീപസ്ഥനാകുന്നു. എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവന്റെ വിളിക്ക് ഉത്തരം നൽകുന്നതാണ്. എന്നാൽ അവർ എനിക്ക് ഉത്തരം നൽകുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്തു കൊള്ളട്ടെ, അവർ നേർവഴി പ്രാപിച്ചേക്കാവുന്നതാണ്. നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ള അള്ളാഹു ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ബദരീങ്ങളെ മമ്പത്തങ്ങളെ നോക്കി വിളിക്കുന്നത്? അപ്പൊ അവർ ചോദിക്കും, മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്യാൻ MLA-യുടെ ആവശ്യമില്ലേന്ന്. മുഖ്യമന്ത്രി നേരിട്ട് വീട്ടിൽ വരാമെന്ന് പറഞ്ഞാൽ എന്തിനാ പിന്നെ അവിടെ ഒരു MLA-ന്റെ ആവശ്യം? അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഉമ്മ മരണപ്പെട്ട ദിവസം വീട്ടിൽ മൗലൂദ് ചൊല്ലാറുണ്ട്. ഉപ്പയുള്ള വീടായതുകൊണ്ട് നമ്മളെ വീട്ടിൽ വെച്ചാണ് മൗലൂദ് നടത്തുക. വല്ലാത്ത വിഷമം തോന്നും നമ്മളെ വീട്ടിൽ വെച്ച് ശിർക്ക് നടക്കുമ്പോൾ. പക്ഷെ അവിടെ പ്രതികരിക്കാൻ കഴിയാറില്ല. പ്രായമായ ഉപ്പയുണ്ട്, 85 വയസ്സായിട്ടുണ്ട്, അത് കേൾവിക്കുറവുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒന്നും കണ്ടില്ലെന്ന് നടിക്കാനേ കഴിയാറുള്ളൂ. അവർ പറയും, നമ്മളൊക്കെ പണ്ട് മുതലേ ശീലിച്ചതാണ്, ഉമ്മാക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ചിലര് പറയും, ഞാൻ എതിർക്കാനില്ല തോൽക്കാനില്ല. അങ്ങനെയൊക്കെ പറഞ്ഞൊഴിയാൻ പറ്റും നമുക്ക്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് എത്തിച്ച ഈ ദീൻ, ഇത്രത്തോളം സുന്ദരമായ ദീൻ ഇങ്ങനെ വികലമാക്കിയാണോ പ്രിയപ്പെട്ടവരെ വരും തലമുറയിലേക്ക് എത്തിക്കേണ്ടത്? അള്ളാഹു ചിന്തിക്കാനുള്ള ഹൃദയവും കേൾവിയും കാഴ്ചയും എല്ലാമുള്ള മനുഷ്യനായി മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളായി ജന്മം നൽകി. എന്നിട്ട് നമ്മൾ എത്രമാത്രം നന്ദി കാണിക്കുന്നു? പ്രിയപ്പെട്ടവരെ, എന്നോട് ക്ഷമിക്കണം, ഞാനൊരു സംഘടനയുടെയും വാക്താവല്ല. എനിക്കറിയില്ല അങ്ങനെ ഒരു സംഘടനയുടെ ഭാഗമാകണോ എന്നും എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ മൗലിദിലൂടെ പാടി പറയുന്ന വരികളിലെ ശിർക്കിനെ കുറിച്ച്? പാപമാകുന്ന വാഹനത്തിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് റസൂലേ, അതുകൊണ്ട് എന്റെ പാപങ്ങൾ അങ്ങ് പുറത്തു തരണേ. ഇത് തെറ്റല്ലേ പ്രിയപ്പെട്ടവരെ? പാപം പൊറുക്കാൻ നമ്മൾ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി നമ്മൾ എന്താ പറയാറുള്ളത്? അസ്തഗ്ഫിറുല്ലാഹിൽ അസീം, അസ്തഗ്ഫിറുല്ലാഹിൽ അസീം, അസ്തഗ്ഫിറുല്ലാഹിൽ അസീം. ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും 70 തവണ ആരോടാണ് പാപമോചനം ചോദിച്ചിട്ടുള്ളത്? നമ്മൾ എങ്ങനെ റസൂലിനോട് പാപമോചനം ചെയ്യും? സൂറത്തുൽ മാഇദ 104 ആയത്തിൽ വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ വലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ ഹും യഹ്തദൂൻ. അവരോട് അള്ളാഹു ഇറക്കിയതിലേക്കും റസൂലിലേക്കും വരുവിൻ എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ ഏതൊരു പ്രകാരത്തിൽ കണ്ടെത്തിയോ അത് മതി ഞങ്ങൾക്ക്. ഞങ്ങൾ അവരുടെ പിതാക്കൾ യാതൊന്നും അറിയാതെയാണെങ്കിലോ? അന്ന് മക്ക മുശ്രിക്കുകളോടാണ് ഈ ആയത്ത് ഇറങ്ങിയത്, അവർക്ക് വേണ്ടിയാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ എന്താ പറയാറുള്ളത്? ഞങ്ങൾ വാപ്പ കാരണവരായി ചെയ്തിരുന്നതാണ് ഇതൊക്കെ, ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റൂല.
അവർക്കൊക്കെ എക്സ്ക്യൂസ് ഉണ്ട്. അവർക്കൊക്കെ ഇന്നത്തെ പോലെ ദീൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്നെല്ലാം നമ്മളെ വിരൽത്തുമ്പിൽ ലഭിക്കുമ്പോൾ എങ്ങനെ പ്രിയപ്പെട്ട ഒരു അള്ളാഹുവിനോട് നമ്മൾ എക്സ്ക്യൂസ് പറയും? എത്രയെത്ര സഹോദരിമാരാണ് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ദീനിനെ കുറിച്ച് പഠിക്കാൻ നമ്മളെ ക്ഷണിക്കുന്നത്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ ക്ഷണിക്കുന്നത്. നമ്മൾക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു വിചാരണ ചെയ്യുന്ന ഒരു ദിവസം വരും. കേട്ടിട്ടില്ലേ സൂറത്തു തകാസുറിൽ അള്ളാഹുവെ, വിചാരണ കോടതിയിൽ എന്റെ സ്വന്തത്തെ കൊണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടോ അപമാനിതയാക്കല്ലേ റബ്ബേ. അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സമയമില്ല. പിന്നെ എങ്ങനെ നമ്മൾ നന്ദിയുള്ള അടിമകളാക്കും? ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആനിൽ മുഴുവൻ അള്ളാഹു നമ്മോടുള്ള സംസാരമാണ്. മനസ്സിലാക്കണം. എത്രയോ തവണ നമ്മോട് ചോദിച്ചിട്ടുണ്ട്, അഫലായ തദബ്ബറൂൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ. പിന്നെ എന്താ നമ്മൾ അനുസരിക്കാത്തത്? എല്ലാറ്റിനും പുറമെ ഒരു ഹർഫിന്റെ 10 കൂലിയുണ്ടെന്ന് നമുക്കറിയാം. മൗലൂദിൽ അത് കിട്ടുമോ? ഒരു ദിവസം ഒരു പേജെങ്കിലും തഫ്സീർ വായിക്കാനും ചിന്തിക്കാനും 5-10 മിനിറ്റ് മതി. മരണപ്പെട്ടവർക്ക് വേണ്ടി സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചോളൂ, പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചോളൂ, അള്ളാഹു കേൾക്കാതിരിക്കില്ല. കരുണാവാരിധിയായ റബ്ബ് കേൾക്കാതിരിക്കില്ല. അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്തോളൂ, സർവശക്തൻ സ്വീകരിക്കാതിരിക്കില്ല. പക്ഷെ മൗലിദ് ഷിർക്കാണ്. അതുപോലെ ഇന്ന് പലരും ചെയ്യാറുള്ള മറ്റൊരു ഷിർക്കാണ് നാരി സ്വലാത്ത്. പരിചയത്തിലുള്ള പലരും കടം വീടാനും ജോലി ശരിയാവാനും ഒക്കെ നാരി സ്വലാത്ത് 4444 തവണ ചൊല്ലാറുണ്ട്. സ്വലാത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാണ്? ഇബ്രാഹിമിയ സ്വലാത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതും അതാണ്. സ്വഹാബത്തോ താബീങ്ങളോ ചൊല്ലാത്ത ഈ സ്വലാത്ത് ഹിജ്റയ്ക്ക് 500 വർഷം കഴിഞ്ഞാണ് നാരി സ്വലാത്ത് ഇറങ്ങിയത്. അതിൽ റസൂലിനോടാണ് സഹായം ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന എന്റെ സങ്കീർണമായ കാര്യങ്ങൾ കെട്ടഴിയുകയും വിഷമങ്ങൾ നീക്കി പരിഹരിക്കപ്പെടുകയും ആവശ്യങ്ങൾ നിറവേറ്റുകയും ആഗ്രഹങ്ങൾ നിറവേറുകയും അവിടുത്തെ സുന്ദരവദനം കൊണ്ട് മഴ ലഭിക്കാൻ തേടപ്പെടുകയും അന്ത്യം നന്നാക്കി തീരുകയും ചെയ്യുന്നു. ഇതാണ് നാരി സ്വലാത്തിന്റെ ഉള്ളടക്കം. റസൂലിനോട് മഴ തേടാൻ സഹായം ചോദിച്ചിട്ടുണ്ട് സഹാബികളെ. പക്ഷെ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്തായിരുന്നു. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോടാണ് മഴ തേടിയിരുന്നത്. റബ്ബ് അനുഗ്രഹിച്ചു തന്ന ചിന്താശേഷി കൊണ്ട് ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. അതുപോലെ മജ്ലിസുൻ നൂറിൽ ദണ്ണം വബാവ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചിരുന്നത്? ബദരീങ്ങൾ 6 മുഹാജിറുകളും 8 അൻസാറുകളും ബദറിൽ മരണപ്പെട്ടു. ശേഷം ജീവിച്ചിരുന്ന ആ ബദരീങ്ങളോട് ആയിരുന്നോ പ്രാർത്ഥിച്ചിരുന്നത്? നിങ്ങൾ ഖുർആനിൽ വായിച്ചിട്ടില്ലേ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം? വർഷങ്ങളോളം രോഗം കൊണ്ട് കഷ്ടപ്പെട്ടപ്പോഴും അയ്യൂബ് നബി മറ്റു നബിമാരോട് സഹായം ചോദിച്ചിരുന്നോ? ഇല്ല. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇത്ര മാത്രം, അർഹമുർ-റഹീമീനായ നാഥ, ഞാൻ വളരെയധികം പ്രയാസത്തിലാണ്. അദ്ദേഹം പരാതി പറഞ്ഞിരുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വായിച്ചിട്ടില്ലേ? ചെങ്കടലിനും ഫിർഔനും ഇടയിൽപ്പെട്ടപ്പോൾ അനുയായികൾ പേടിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം എന്താണ് പറഞ്ഞത്? തീർച്ചയായും അള്ളാഹു മാർഗദർശനമായി കൂടെയുണ്ട്. ജക്കരിയ നബി അലൈഹി സ്വലാം സന്താന ഭാഗ്യം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്, അല്ലാതെ മക്കാമിലോ ഉറൂസിലോ ഒന്നുമല്ല പങ്കെടുത്തിരുന്നത്. കടം വീടാനും മറ്റും ബദരീങ്ങളോട് ശുപാർശ ചെയ്യണോ പ്രിയപ്പെട്ടവരെ? നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കലായിരുന്നു ബദരീങ്ങൾ ചെയ്തിരുന്നത്. കടം വീടുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ദുആ നിങ്ങൾക്കറിയില്ലേ? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളിക അമൻ സിവാക്. അതുപോലെ സൂറത്തുൽ ആലി ഇംറാനിലെ 2 ആയത്ത്, ഖുലില്ലാഹുമ്മ തുടങ്ങിയ 2 ആയത്തും. ഇതൊക്കെയല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്? സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ വായിച്ചിട്ടില്ലേ? ഖുൽ ഇന്നമാ അന ബശറും മിത്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ്. നബിയെ പറയുക, നിശ്ചയമായി ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു.
നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹ് മാത്രമാണ്. എനിക്ക് വഹി നൽകപ്പെടുന്നു. ഇതാണ് എന്റെ പ്രത്യേകത. വിഷമഘട്ടങ്ങളിലുള്ള പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർശിൽ അലീം. ഇതൊക്കെയാണ് സഹാബത്തും റസൂലും പതിവാക്കിയിരുന്നത്. അല്ലാതെ മജ്ലിസുന്നൂറോ നാരിയ സ്വലാത്തോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തോന്നിയതുപോലെ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. എല്ലാം അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സംസാരിച്ചിരുന്നത്. അള്ളാഹു നമ്മോട് ചോദിക്കുന്നില്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ? അള്ളാഹുവിന്റെ ചോദ്യമാണത്. അള്ളാഹുവിന്റെ അടിമയ്ക്ക് അള്ളാഹു മതിയായവനല്ലയോ? മറുപടി പറയേണ്ടത് നമ്മളാണ്. എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്കറിയാം. എന്റെ ഉപ്പ മരണപ്പെടുമ്പോ എനിക്ക് 18 വയസ്സും 15 വയസ്സും 13 വയസ്സുമുള്ള എന്റെ 2 അനിയന്മാരും ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മ പകച്ചു പോയിട്ടുണ്ട്. വെല്ലിപ്പ അളവ് ഉണ്ടായിരുന്നു സംരക്ഷിക്കാന്. എന്നാലും പല സന്ദർഭങ്ങളിൽ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാ റബ്ബ് എത്ര ഭംഗിയായിട്ടാണ് ഞങ്ങളെ സംരക്ഷിച്ചത്. ഉപ്പയുള്ളതിനേക്കാൾ കൂടുതൽ അള്ളാഹു ഞങ്ങളെ സംരക്ഷിച്ചു. എപ്പോഴും ഓർക്കാറുണ്ട് വല്ലുഹായിലെ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തിക റബ്ബുക ഫതർദാ അലം യജിദക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ. നിന്നെ റബ്ബ് കൈവിട്ടിട്ടില്ല. അനാഥനായി നിന്നെ കണ്ടെത്തി നിനക്ക് ആശ്രയം നൽകിയില്ലേ? വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ട് മാർഗദർശനം നൽകുകയും ചെയ്തില്ലേ? ദരിദ്രനായി കാണുകയും എന്നിട്ട് ധന്യത നൽകുകയും ചെയ്തില്ലേ? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള കുട്ടികളെ പോലെ ഒരുപാട് കളിച്ചു നടക്കാൻ അവന് സമയം ഉണ്ടായിട്ടില്ല. എന്നാലും അന്നത്തെ അവന്റെ ആ പ്രയാസങ്ങളാണ് ഇന്ന് പരീക്ഷണങ്ങളിലൊക്കെ അവനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. ഇന്ന് ഏത് പരീക്ഷണവും അവൻ സിമ്പിളായി കൈകാര്യം ചെയ്യുന്നത് അന്ന് അള്ളാഹു നൽകിയ ആ കഷ്ടപ്പാട് കൊണ്ടാണ്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇതുപോലുള്ള മറ്റൊരു ശിർക്കാണ് പൂച്ച കുറുകെ ചാടിയാൽ ആപത്ത് വരും, വീടിന് മുകളിൽ ചില മരങ്ങൾ വളർന്നാൽ ആപത്ത് വരും എന്നൊക്കെ. എന്റെ അടുത്ത കുടുംബത്തിലെ ഒരു വീട്ടിൽ ഒരു ചെമ്പക മരം ഉണ്ട്. ആ മരം വളർന്ന് വീടിന് മുകളിൽ എത്തിയപ്പോൾ വീട്ടിലെ ഉമ്മ പറഞ്ഞു, ഈ മരം വളർന്ന് വലുതായാൽ വീട്ടിലെ ഉപ്പാക്കും ഉമ്മാക്കും ആപത്ത് വരുന്നത്. മോൻ അത് കേട്ട പാടന്നെ അരുവാക്കത്തിയെടുത്ത് ഒറ്റ വെട്ട്. വളരെ ദൂരത്തേക്ക് പോലും സുഗന്ധം വീശിയിരുന്ന ആ മരം അതോടെ നശിച്ചു. എന്നാലും അവൻ ഗൾഫിൽ പോയി വന്നപ്പോ വീണ്ടും ആ മരം അതുപോലെ വളർന്നിട്ടുണ്ട്. പ്രാവശ്യം അവന് വേറൊരു ഐഡിയ ചെയ്തു. ഒരു ഉപ്പ് പാക്കറ്റ് എടുത്തിട്ട് ചെമ്പകമരം വെട്ടിയിട്ട് അതിന്റെ മേലെ വെച്ച് കെട്ടി. പിന്നെ ചെമ്പകം വളർന്നിട്ടില്ല. അവർക്കും സമാധാനായി. ഉപ്പാക്കും ആപത്ത് വരൂലല്ലോ. ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേത് എന്താണ്? നന്മയും തിന്മയുമായ എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്ന വിശ്വാസം. ആ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ മുസ്ലിം ആകുമോ? ഉപ്പാന്റെ ഉമ്മാന്റെ ആയുസ്സും ആരോഗ്യവും ചെമ്പകമരത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ചാണെങ്കിൽ എവിടെ എത്തി നമ്മുടെയൊക്കെ ഈമാൻ? ചെറിയ ശിർക്ക് പോലും ശ്രദ്ധിക്കണം. വ്യഭിചാരിക്ക്, കള്ളന്, കൊലപാതകിക്ക്, മദ്യപാനിക്ക് ഒക്കെ കരുണമായ റബ്ബ് പൊരുത്തപ്പെട്ടു തന്നേക്കാം. പക്ഷെ ശിർക്ക് അത് പൊരുത്തപ്പെടാത്ത വൻ പാപമാണ്. റിയായിൽ പോലും ചെറിയ ശിർക്കുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ മക്കളെ തൊട്ട് സത്യം, ഉപ്പാനെ തൊട്ട് സത്യം, ഉമ്മാനെ തൊട്ട് സത്യം, ഇതൊക്കെ ചെറിയ രീതിയിലുള്ള ശിർക്കാണ്. അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ. നിങ്ങളൊക്കെ നന്മകളിൽ മുന്നേറുന്നവരാണ്. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഉറക്കിൽ നിന്നെണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. ധാരാളം ഖുർആൻ ഓതുന്നവരാണ്. സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നവരാണ്. എങ്കിലും ശ്രദ്ധിക്കണം, ചെറിയ ശിർക്ക് പോലും നമ്മിൽ ഉണ്ടാവരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ബദരീങ്ങൾ ആണ്ടിനെ നാട്ടില് നേർച്ചയിറച്ചി കൊണ്ടുവരാറുണ്ട്. എന്റെ വീട്ടിലും കൊണ്ടുവരും. ഇന്ന് ഉപ്പയുണ്ട് വീട്ടില്. അവരൊക്കെ പള്ളിയിലെ അംഗങ്ങളാണ്, പള്ളി കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് അതൊക്കെ പ്രാധാന്യമാണ്. പക്ഷെ ഞാൻ അത് ഉപ്പാക്കുള്ളത് കൊടുക്കും. കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാവ്, പേടിച്ചിട്ട് കൊടുക്കണതാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ അറിയില്ല. ബാക്കിയുള്ളത് അപ്പുറത്തെ വീട്ടില് ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് കൊടുക്കും. അവരോട് പറയും, ഷിർക്കിന്റെ ഇറച്ചി തന്നതിന് ഇന്നെ അള്ളഹാനോട് പ്രതിയാക്കരുതെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത്. അതിൽ തെറ്റുണ്ടോന്ന് എനിക്കറിയില്ല. പിന്നെ നിസ്സഹായാവസ്ഥയാണത്. حرمت عليكم الميتة والدم ولحم الخنزير وما أهل لغير الله.
നിങ്ങളുടെ മേൽ ശവവും മാംസവും രക്തവും പന്നി മാംസവും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തപ്പെട്ടതും അറുക്കപ്പെട്ടതും നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇതാണ് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ആ ഇറച്ചി കൊണ്ടുവരുമ്പോഴും മക്കളും ഞാനും കഴിക്കാറില്ല. മക്കളും സഹകരിക്കുന്നോളൂ. അവർക്കും അത് ഇഷ്ടമില്ല. അവരും പറയും വേണ്ട, ഷിർക്കിന്റെ ഇറച്ചി നമുക്ക് വേണ്ടാറ്. എന്നാലും ചിലപ്പോഴൊക്കെ നഫ്സും മനസ്സും തമ്മിൽ ജിഹാദാണ്. അതിന്റെ ടേസ്റ്റ് അറിയാം, പണ്ട് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്നാലും മനസ്സ് ഉറപ്പിച്ചു നിർത്തലുണ്ട്. എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട. അള്ളാഹു മതി എനിക്ക്, അള്ളാഹു ഇഷ്ടമല്ലാത്തത് വേണ്ട. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നാളെ അള്ളാഹുവിന്റെ വിചാരണ കോടതിയിൽ വെച്ച് തൗഹീദ് മനസ്സിലായിട്ടും എന്തുകൊണ്ട് നീ പറഞ്ഞു കൊടുത്തില്ല എന്ന് എന്റെ റബ്ബ് ചോദിക്കുമെന്ന ഭയം കൊണ്ടും അള്ളാഹുവിന്റെ ശാപം ഭയന്നുകൊണ്ടും കണ്ണിമ വെട്ടുന്ന സമയം പോലും അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെടരുതേ എന്ന പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഇതെന്റെ ആദ്യത്തെ ശ്രമമാണ്. പാളിച്ചകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അള്ളാഹു തൃപ്തിപ്പെട്ടു തന്ന ഈ മതം നമുക്ക് വരും തലമുറയിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും ഭംഗിയായി പകർന്നു നൽകണം. എന്റെ ആദ്യത്തെ ശ്രമം പരാജയപ്പെടുത്തരുതേ റബ്ബേ. ചുട്ടുപഴുത്ത മണലാരുണ്യത്തിലൂടെ നെഞ്ചിൽ പാറക്കല്ലെടുത്ത് വെച്ച് ഉമ്മയ്യത്ത് വലിച്ചിഴച്ചപ്പോഴും ഏത് രീതിയിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു തൗഹീദ് വ്യക്തമാക്കിയത്, അതേ ചങ്കുറപ്പോടുകൂടി തൗഹീദിന്റെ ആശയം പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് ശക്തി നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.